ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മലയാളം മൂവി ദൃശ്യം 3. ദൃശ്യം 2013 വന്നപ്പോൾ അതിന്റെ സസ്പെൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, തകർത്തിരുന്നു. പക്ക സസ്പെൻസ് ത്രില്ലർ ഫാമിലി എന്റർടൈനർ ആയിരുന്നു. ദൃശ്യം 2 അനൗൺസ് ചെയ്തപ്പോൾ വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ദൃശ്യം 1ന്റെ ക്ലൈമാക്സിൽ എല്ലാം കഴിഞ്ഞിരുന്നു ആണ് തോന്നിയത്. ഇനി അവർ എന്ത് കാണിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ 2021 ഇറങ്ങിയ ദൃശ്യം 2യുടെ ക്ലൈമാക്സ് കണ്ടപ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്ക് പടം ഇഷ്ടമായിരുന്നു. പിന്നെ ഇവര് ദൃശ്യം 3 അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ജിത്തു ജോസഫ് ലാലേട്ടൻ കോംബോ ഇനി എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ മോസ്റ്റ് അവൈറ്റഡ്, വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ 3ാം ഭാഗം ദൃശ്യം 3 കണ്ടു. സംഭവം പൊളിച്ചു. ആസ് യൂഷ്വൽ ഇതൊരു ഫാമിലി ഡ്രാമ ക്രൈം സസ്പെൻസ് ത്രില്ലർ മൂവി തന്നെ. വളരെ ഇമോഷണലി ഇതൊരു സ്ലോ ബേണിംഗ് കൺസെപ്റ്റോടെയാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം ജിത്തു ജോസഫ് ലാലേട്ടൻ കോംബോ വളരെ അധികം റിസർച്ച് ചെയ്തിട്ട് ഓഡിയൻസിന്റെ ഇടയിൽ ദൃശ്യത്തിന്റെ പറ്റി എന്താണ് എക്സൈറ്റ്മെന്റ്, ഓഡിയൻസ് എങ്ങനെയാണ് അടുത്ത ഭാഗം കാണാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ പറ്റി പക്ക റിസർച്ച് ചെയ്തിട്ട് വെൽ മെയ്ഡ്, വെൽ എക്സ്പീരിമെന്റൽ തോട്ടോടെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. ഓഡിയൻസിന്റെ നെർവ്സ്, ഓഡിയൻസിന്റെ മൈൻഡ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതാണ് ജിത്തു ജോസഫ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അതിനെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ലാലേട്ടൻ്റെ എക്സ്പ്രഷൻസും പെർഫോമൻസും. കിടലൻ ക്ലൈമാക്സ്, കിടലൻ സെക്കൻഡ് ഹാഫ്. പറഞ്ഞ പോലെ ഈ സിനിമ ഒരു സ്ലോ ബേണിംഗ് കൺസെപ്റ്റോടെയാണ്. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര സ്ലോലി സ്റ്റേബിളായിട്ട് ജോർജ് കുട്ടിയുടെ ലൈഫ്, ജോർജ് കുട്ടിയുടെ ഫാമിലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, പിന്നെയാണ് സെക്കൻഡ് ഹാഫിലൂടെ ഒരു ബിൽഡപ്പ് തുടങ്ങുന്നത്. ആ കൺസെപ്റ്റ് സിനിമയുടെ ക്ലൈമാക്സിനെ റെഡിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കാരണം സെക്കൻഡ് ഹാഫ് നല്ല പീക്കിൽ പോയി. പിന്നെ അങ്ങോട്ടാണ് പടം കത്തി തുടങ്ങിയത്. അത് കാരണം ക്ലൈമാക്സ് റെഡിക്കും ഹിറ്റാവും. ക്ലൈമാക്സ് റെഡിക്കും ഓഡിയൻസിന്റെ മൈൻഡിനെ സെറ്റ് ആവുന്ന രീതിയിൽ ക്ലൈമാക്സ് വരുന്നു. വീണ്ടും ജിത്തു ജോസഫ് ലാലേട്ടൻ കോംബോ നല്ല എക്സ്പീരിയൻസ് ആണ് ഓഡിയൻസിന് തന്നിരിക്കുന്നത്. പൊളി. ആവുന്നത്ര എത്ര പെട്ടെന്ന് നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടാൽ ഈ സസ്പെൻസ് ത്രില്ലർ സൂപ്പറായി എൻജോയ് ചെയ്യാം. സ്പോയിലർ വരുന്ന മുന്നേ നിങ്ങൾ പോയി കാണുക. പടം പൊളിച്ചു. പിന്നെ ക്ലൈമാക്സിൽ ഒരു ഗുഡ് ന്യൂസും കൂടിയുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, അപ്പം മനസ്സിലാവും. ഈ സിനിമയ്ക്ക് ഞാൻ 5ൽ 3.5 റേറ്റിംഗ് കൊടുക്കുന്നു. ഡെഫിനറ്റ്ലി പോയി കാണുക, എൻജോയ് ചെയ്യുക വിത്ത് ഫാമിലി. അതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ റിവ്യൂ മൂവി കണ്ട ശേഷം താഴെ കമന്റ് ബോക്സിൽ നൽകുക. നന്ദി, നമസ്കാരം.